ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 ഒരു സർവൈവൽ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ സഡൻലി എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മാപ്പിൽ പോലും ഇല്ലാത്ത ഒരു ദ്വീപ്, അതും ഒരുപാട് ദൂരം കടലിൽ യാത്ര ചെയ്താൽ മാത്രമേ ആ ഒരു ദ്വീപിലേക്ക് എത്താൻ കഴിയൂ. ആ ദ്വീപിനെ പറ്റി മനസ്സിലാക്കിയ ഒരു ഭാര്യയും ഭർത്താവും ഈ ദ്വീപിലേക്ക് പോകുന്നതും അവർ ആ ഒരു ദ്വീപിനുള്ളിൽ പെട്ടുപോകുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ദ്വീപ് മാപ്പിൽ പോലും ഇല്ല. അങ്ങനെയുള്ള ഈ ഒരു ദ്വീപിലേക്ക് ഇവരെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും വരുമെന്നാണോ? ഇതിനുശേഷം ഈ സ്റ്റോറിയിൽ എന്താണ് സംഭവിച്ചത്, അവരെങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്നൊരു മൂവി. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അതേപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് മൂവീസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. കഥയുടെ തുടക്കത്തിൽ കടലിലൂടെ പോകുന്ന ഒരു ബോട്ട്, അതിനുള്ളിലാണ് ഈ കഥയിലെ നായകനായിട്ടുള്ള ബെന്നും അതേപോലെ തന്നെ നായികയായിട്ടുള്ള ലാറയുള്ളത്. ഇവർ രണ്ടുപേരും ഈ ഒരു ബോട്ടിൽ ഒരു യാത്ര നടത്താണ്. ഇപ്പോൾ ബോട്ട് ഓടിക്കുന്നത് ബെന്നും, ലാറയാണെങ്കിലോ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്നു. കുറെ കഴിഞ്ഞിട്ട് അവൾ വെളിയിലേക്ക് വന്നിരിക്കുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട്. അതെല്ലാം കണ്ട് ഇവർ പോകുമ്പോഴത്തേക്കാണ് ബെൻ പറയുന്നത്, ദേ ഈ ഒരു സ്ഥലത്ത് ഒരു വലിയ ദ്വീപുണ്ട്, എന്തായാലും നമുക്ക് അവിടേക്ക് പോകണം, വളരെ മനോഹരമാണെന്നെല്ലാം പറയുമ്പോൾ ലാറ പറയും, നീ കുറേ നേരമായിട്ട് ഈ ഒരു ദ്വീപിനെ പറ്റി പറയുന്നു, പക്ഷെ മാപ്പിൽ ഇതുപോലെ ഒരു ദ്വീപ് പോലും ഇല്ല. എന്തായാലും നീ അവിടേക്ക് കൊണ്ടുപോ, ഞാൻ എന്തായാലും നിന്നോടൊപ്പം വരാമെന്ന് പറയുമ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ വെളിയിൽ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവരങ്ങനെ ആ ഒരു ശബ്ദം എന്താണെന്ന് ശ്രദ്ധിക്കുമ്പോഴത്തേക്കാണ് ഈ കടലിനുള്ളിലെ ജീവജാലങ്ങളെല്ലാം പോകുന്നൊരു ശബ്ദമാണിത്. അവർ കുറെ നേരം ആ ഒരു ശബ്ദം അവിടെ നിന്ന് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലാറയാണെങ്കിൽ അവളുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബെൻ പെട്ടെന്ന് വെളിയിൽ നിന്നിട്ട്, ഹേയ് ലാറ ഇവിടേക്ക് വാ, ഇത് വന്ന് നോക്കുന്നു പറയുന്നതും ലാറ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ വേറെ ഒന്നുമല്ല, അവൻ പറഞ്ഞ ആ ഒരു ദ്വീപ് കുറച്ച് മുന്നിലായിട്ട് തന്നെയുണ്ട്. ഹേയ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ദ്വീപ്. ഓക്കെ, നമ്മുടെ ആ ഒരു ഡെസ്റ്റിനിയിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ പോയിട്ട് കുറച്ച് നേരം ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവരുടെ ബോട്ടിൻ്റെ അടുത്ത് നിന്ന് മറ്റൊരു ചെറിയ ബോട്ടും എടുത്ത് രണ്ടുപേരും ആ ഒരു ദ്വീപ് ലക്ഷ്യമാക്കി പോവാണ്. അങ്ങനെ ലാറയ്ക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. രണ്ടുപേരും അവസാനം ആ ഒരു ദ്വീപിലേക്ക് എത്തുമ്പോൾ ആ ഒരു ദ്വീപ് കാണാനായിട്ട് തന്നെ നല്ല മനോഹരമായിട്ടുണ്ട്. കുറേ നേരം ആ ഒരു ദ്വീപിനുള്ളിലൂടെ നടക്കുമ്പോഴത്തേക്കാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇവിടെ ഒരുപാട് ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങളും എഞ്ചിനുകളെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഇതൊരു ഓയിൽ ഖനനം ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു. അതുപോലെ ഈ സ്ഥലത്ത് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചതായിട്ട് ഞാൻ ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ട് എന്ന് ലാറ പറയും. അപ്പോൾ ബെൻ പറയും, അതെ എൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് ഇവിടെയാണ് ജോലി ചെയ്തിരുന്നത്, മനുഷ്യരെ നായ്ക്കളെ പോലെ വെച്ചാണ് ഇവിടെ അവരെ ജോലി ചെയ്യിപ്പിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവർ ആ സ്ഥലങ്ങളെല്ലാം ചുറ്റി കാണുകയാണ്. അപ്പോൾ ബെൻ പറയും, ഓക്കെ ഇവിടെ സീക്രട്ട് ആയിട്ടുള്ള മറ്റൊരു സ്ഥലമുണ്ട്, അതിൽ തന്നെ ഞാൻ കാണിക്കാമെന്ന് പറയുമ്പോൾ ലാറയ്ക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. പക്ഷെ അവൻ വിളിക്കുന്നത് കൊണ്ട് അവൻ്റെ പിറകെ പോയിട്ട് ഇപ്പോൾ രണ്ടുപേരും ഒരു മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ അവിടെ നിന്ന് ആ ഒരു കടലിനെ കാണാൻ വേണ്ടി അത്രയും ഭംഗിയാണ്. അങ്ങനെ അതിന് മുകളിൽ കയറി നിൽക്കുന്നതും ഇവിടെയാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ കടലിലേക്ക് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആകാശം ഇരുണ്ട് മാറുകയാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മഴയും കാറ്റും വരാൻ പോകുന്നു. അപ്പോൾ ക്ലൈമറ്റ് മാറുന്നത് കൊണ്ട് തന്നെ ബെൻ പറയും, ലാറ നമുക്ക് പെട്ടെന്ന് ബോട്ടിൻ്റെ അടുത്തേക്ക് പോവാം, ക്ലൈമറ്റ് മാറുന്നുണ്ട് എന്നും പറഞ്ഞ് ഇവർ ആ ഒരു ചെറിയ ബോട്ടിൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ രണ്ടുപേരും ആ ഒരു ബോട്ടിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ബോട്ടെടുത്ത് പോകാനായിട്ട് വരുമ്പോൾ തിരമാല നല്ലതുപോലെ അടിക്കുന്നുണ്ട്. കൂടാതെ അവർ മഴയും നല്ലതുപോലെ പെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പം ആ ഒരു ബോട്ട് തിരമാല കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകുന്നില്ല. ഇവരെത്ര ശ്രമിച്ചിട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ബെൻ പറയും, ഓക്കെ ഇന്ന് എന്തായാലും നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം, മഴ മാറിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ ഒരു ടെൻറ്റ് അടിച്ചിട്ട് അതിനകത്ത് കഴിയും. അതുമല്ല കയ്യിലുള്ള ഫുഡും അതേപോലെ തന്നെ ചെറിയ രീതിയിൽ തീയെല്ലാം കത്തിച്ചിട്ട് അന്നത്തെ രാത്രിക്കുള്ളത് അവർക്കായി. അതുപോലെ രാത്രിയാകുമ്പോഴത്തേക്കാണ് ബെൻ പെട്ടെന്ന് അവളെ എഴുന്നേൽപ്പിച്ചിട്ട് ദേ അവിടേക്ക് നോക്കാൻ പറയുമ്പോൾ മുകളിൽ ഈ ഒരു അറോറ ലൈറ്റുകളുണ്ടല്ലോ അത് തെളിയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് ആ കടൽ കരയിലേക്ക് നടന്നു പോവാണ്. അങ്ങനെ രണ്ടുപേരും ആ ഒരു കടലിലേക്ക് ഇറങ്ങി വരാനായിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ ആ ഒരു വലിയ ബോട്ടുണ്ടല്ലോ അതിപ്പോൾ കടലിൽ കാണുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ആ ഒരു മഴയിലും കാറ്റിലും ആ ഒരു ബോട്ട് അവിടെ നിന്നും വേറെ എങ്ങോട്ടോ മാറിയിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ കയ്യിൽ ആ ഒരു ചെറിയ ബോട്ടുണ്ടല്ലോ അതും എടുത്തിട്ട് അവർ ആ ഒരു കടലിലേക്ക് ഇറങ്ങി ആ വലിയ ബോട്ട് പലയിടങ്ങളിലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കണ്ണിന് കാണുന്ന ദൂരത്ത് ആ ബോട്ടില്ല. അപ്പോൾ നമ്മുടെ ലാറ ബെന്നിനോട് ചോദിക്കും, അല്ല നീ വരുമ്പോഴത്തേക്കും ആങ്കർ ഇട്ടിട്ടല്ലേ വന്നേ, പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതെ ഞാൻ എല്ലാം ചെയ്തു, പക്ഷെ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ലാറ നല്ലതുപോലെ ടെൻഷൻ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ടാവോ? അപ്പോൾ ബെൻ പറയും, ഇല്ല അതിനൊരു ചാൻസ് ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെന്താ പറന്നുപോയോ? അത് തന്നെയാണ് എനിക്കും അറിയാത്തത്, അതെവിടെ പോയെന്ന് എനിക്കും അറിയത്തില്ല, നീ എന്തായാലും ടെൻഷൻ അടിക്കാതിരിക്കുമെന്നും പറഞ്ഞിട്ട് ഈ ഒരു ബോട്ടിന്റെ എഞ്ചിൻ ഓഫ് ചെയ്യുന്നതും ലാറ ചോദിക്കല്ല നീ എന്തിനാ ഇപ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്തേ? അപ്പോൾ ബെൻ പറയും, ഇല്ല എമർജൻസിക്ക് നമുക്ക് എന്തായാലും ആവശ്യം വരും എന്നും പറഞ്ഞിട്ട് അവൻ ആ ഒരു ബോട്ട് തുഴഞ്ഞാണ് പോകുന്നത്. അങ്ങനെ കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് ഈ ഒരു കരയിലായിട്ട് കുറെ പെങ്കിൻസ് ഉള്ളതായിട്ട് അവർ കാണും. അങ്ങനെ നമ്മുടെ ലാറയെ അവിടെ നിർത്തിയിട്ട്, ഓക്കെ നീ ഇവിടെ നിൽക്ക്, നമ്മൾ ഏത് ലൊക്കേഷനാണുള്ളത് എന്ന് ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ്
അടുത്തുള്ള ആ ഒരു മലയുടെ മുകളിലേക്ക് ബെൻ വലിഞ്ഞു കയറും. അങ്ങനെ മുകളിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് ചുറ്റിനും മലകൾ മാത്രമേ ഉള്ളൂ. ഇവർ ഏത് ലൊക്കേഷനിലാണെന്ന് പോലും ഇവർക്കിപ്പോൾ അറിയത്തില്ല. ഇത് കണ്ട അവൻ പേടിക്കുന്നതും ഇപ്പൊ താഴേക്ക് വരുമ്പോൾ ലാറ ചോദിക്കുന്നുണ്ട് എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് പോലും എനിക്ക് അറിയാൻ കഴിയുന്നില്ല, ചുറ്റിനും മലയാണെന്ന് പറയുമ്പോൾ ശരി ആ ഒരു മലയുടെ മുകളിലേക്ക് കയറി അതിനെ അപ്പുറത്തിറങ്ങാന്ന് പറയുമ്പോൾ ബെൻ പറയും ഇല്ലല്ല അതൊരിക്കലും സാധ്യമാവത്തില്ല, കാരണം ഈ മല കയറുക എന്നുള്ളത് അത്ര വലിയ പാടാണ്, നിന്നെ കൊണ്ട് എന്തായാലും അത് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ലാറ വിടുന്ന് ദേഷ്യപ്പെട്ടിട്ട് ദേ എനിക്കറിയാമായിരുന്നു ഇത് തന്നെ സംഭവിക്കുന്നത്, നമ്മൾ ഒരിക്കലും ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ പറയും ഇതിപ്പോൾ എന്തായാലും സംഭവിച്ചു പോയി, ഇനി എന്താ ചെയ്യേണ്ടത് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ബെൻ ഇത്തിരി ബഹളം വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ലാറയ്ക്കാണെങ്കിലോ ഹെൽത്ത് ഇഷ്യൂസ് അല്ലാണ്ട് അതുകൊണ്ട് തന്നെ അവള് ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നു, പേടിച്ചു പോവും. അങ്ങനെ ലാറയെ അവൻ സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും നമ്മുടെ ബോട്ട് നമ്മൾ കണ്ടുപിടിക്കും, നീ ടെൻഷൻ അടിക്കാതെന്നും പറഞ്ഞ് അവർ കഴിഞ്ഞ ആ ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും വന്ന് താമസിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഹീറോയും വെളിയിലേക്ക് വന്നിട്ട് ബെന്നിനോട് ചോദിക്കും അല്ല ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്റെ സഹോദരൻ എന്തായാലും എന്നെ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ അല്ല അവൻ എങ്ങനെയാണ് നിങ്ങളെ കണ്ടുപിടിക്കുന്നത്, കാരണം ബോട്ടിലെ GPS ഉണ്ട്, നമ്മൾ പോകാനുള്ള ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ അവൻ എന്തായാലും എന്നെ കോൾ ചെയ്യും, ഇനിയിപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബോട്ടുള്ള സ്ഥലത്തേക്ക് അവൻ എന്തായാലും വരും, പക്ഷെ ഒരു കാര്യമുണ്ട് അവൻ വരാനായിട്ട് ഒരു വീക്കെങ്കിലും എടുക്കും, അതുവരെ നമ്മളിവിടെ സർവൈവ് ചെയ്തേ മതിയാവൂ എന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് അല്ല അവൻ കണ്ടുപിടിക്കൂ. അപ്പോൾ ബെൻ പറയും നീ ഒരു 10 ദിവസം സമയം താ, അതിനുള്ളിൽ അവൻ എന്തായാലും കണ്ടുപിടിക്കും എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ലാറയ്ക്ക് കുറച്ചെങ്കിലും സമാധാനമാവുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആഹാരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ, അവിടെ നോക്കുമ്പോഴത്തേക്കും വലിയ കക്കയും ഈ കല്ലുമക്കായ എന്നൊക്കെ പറയുമല്ലോ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് അതേപോലെ തന്നെ ഈ മലയുടെ മുകളിൽ നിന്ന് വെള്ളവും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡിന് വലിയ കുഴപ്പമില്ല, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ അന്ന് രാത്രി തന്നെ അതെല്ലാം വെച്ച് കുക്ക് ചെയ്യുന്നു. എന്തായാലും അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല, പക്ഷെ ഇവർക്ക് കഴിച്ചേ മതിയാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരാഴ്ച ഇവിടെ കഴിയണമല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പഴയ റൂമുകളൊക്കെ ഉണ്ട്, അതിന്റെ അകമെല്ലാം അവർ വൃത്തിയാക്കാൻ തുടങ്ങും. എന്നിട്ട് ഈ പഴയ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റി ഈ ഒരു റൂം അവർ വൃത്തിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസമാണ് ഇവര് ഈ മലയുടെ മുകളിലേക്ക് കയറുന്നത്. നടന്ന് ആ ഒരു മലയുടെ മുകളിലേക്ക് എത്തുമ്പോൾ ഇവിടെ ജോലി ചെയ്ത് മരിച്ചുപോയവരുടെ ശരീരങ്ങളെല്ലാം കുഴിച്ചിട്ടേക്കുന്നത് ഈ മലയുടെ മുകളിലാണ്. അവിടെ ആ ഒരു കുരിശെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ബെൻ പെട്ടെന്ന് ലാറയോട് പറയും ലാറ നമുക്ക് ഈ മലയുടെ അപ്പുറത്തേക്ക് പോയി നോക്കിയാലോ, ഒരു പക്ഷേ രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടാവും എന്ന് പറയുമ്പോൾ ലാറ പറയും ഇല്ല വേണ്ട വേണ്ട നമുക്ക് എന്തായാലും അവിടേക്ക് പോകണ്ട, ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാവും, ഇതിനു മുന്നേ നിങ്ങൾ തന്ന ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ അവസ്ഥയായത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ കഴിയാന്നും പറഞ്ഞ് അവർ വീണ്ടും അവിടെ തന്നെ കഴിയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഇപ്പൊ 5 ദിവസമായി. അപ്പോഴേക്കും ബെൻ ലാറയോട് പറയും ലാറ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ആൾറെഡി 5 ദിവസമായി, ഇനി ഒരു 5 ദിവസം കൂടിയുള്ളൂ, ഒന്ന് ക്ഷമിച്ചേക്ക്, നിങ്ങളുടെ അനിയൻ വരുന്നത് വരെ നമുക്ക് നോക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ബെൻ പറയും 5 ദിവസമല്ല 6 ദിവസം. അപ്പോൾ ഹീറോയിൻ ഒന്നുകൂടി ടെൻഷനാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇവർ ആ സ്ഥലത്ത് SOS എന്നുള്ള ആ ഒരു കാര്യം എഴുതി വെക്കുന്നുണ്ട്, ആരെയും കണ്ടിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞ് മറ്റൊരു ദിവസം ഇവർ വെള്ളമെല്ലാം ശേഖരിച്ചിട്ട് തിരിച്ച് നടന്നു വരുമ്പോഴാണ് നമ്മുടെ ലാറ വിട്ടുന്ന് താഴേക്ക് വീഴും. അപ്പോൾ ബെന്നോടി അടുത്തേക്ക് വന്ന് അവളെ എടുത്തിട്ട് ആ റൂമിലേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് എന്തു പറ്റി? ഇല്ല എനിക്ക് നല്ല അസുഖമുണ്ട്, എനിക്ക് തോന്നുന്നു ഞാൻ എന്തായാലും ഈ സ്ഥലത്ത് തന്നെ കിടന്ന് മരിക്കുമെന്ന് എന്ന് പറഞ്ഞ് അവൾ പേടിക്കുമ്പോഴത്തേക്കും ബെൻ പറയും ഇല്ലില്ല നീ ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല, അതിനു മുന്നേ നമ്മളെ രക്ഷിക്കാനായിട്ട് ഇവിടേക്ക് ആള് വരും, നീ എന്തായാലും ടെൻഷൻ ആവണ്ട. അപ്പോൾ ബെൻ പറയും ഇല്ല നീ എന്തായാലും ഇവിടെ കിടന്ന് മരിക്കാൻ പോകുന്നില്ല, നമ്മൾ പറഞ്ഞ ദിവസം തന്നെ രക്ഷിക്കാനായിട്ട് ഇവിടേക്ക് ആള് വരും, അല്ല നിനക്ക് വേറെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ലാറ കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ടാണ് പറയുന്നത് ഇല്ല നമ്മൾ പറഞ്ഞ ആ ഒരു ദിവസത്തിലെ ആ സ്ഥലത്തേക്ക് ചെന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ജോലി പോവും. അപ്പോൾ നമ്മുടെ ലാറ അവൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്, അവിടെ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് അവളോട് ചെല്ലാൻ പറഞ്ഞിരുന്നു. ആ സ്ഥലത്തേക്ക് അവൾ കറക്റ്റായിട്ട് ചെന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചാൻസ് അവൾക്ക് നഷ്ടപ്പെടും, കാരണം ഇതുപോലൊരു ചാൻസ് വേറെ ആർക്കും കിട്ടിയിട്ടില്ല, ഇത് അവളുടെ ഭാഗ്യമാണ്. ബെൻ ചോദിക്കും അല്ല ഈ കാര്യം എന്തുകൊണ്ടാണ് നീ എന്നോട് നേരത്തെ പറയുന്നത്? ഓക്കെ അതൊക്കെ പോട്ടെ, നീ അവരോട് വരാന്ന് പറഞ്ഞോ അതോ ഇല്ല എന്ന് പറഞ്ഞോ? അപ്പോൾ ലാറ പറയും ഇല്ല ഞാൻ അവരോട് കുറച്ച് സമയം ചോദിച്ചിരുന്നു. അപ്പോൾ ബെൻ പിന്നെയും ചോദിക്കും അല്ല എന്തുകൊണ്ടാണ് നീ ഇത് എന്നോട് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടാത്തത് കൊണ്ട് ബെൻ ചോദിക്കും ഓ അപ്പോൾ എന്നെ വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനാണോ നീ പ്ലാൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ലാറ പറയും ഇല്ല അങ്ങനെയല്ല, അതൊരു നല്ല കമ്പനിയാണ്, എനിക്ക് കിട്ടിയതുപോലെ ഒരു അവസരം വേറെ ആർക്കും ഇതുവരെയും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അത് മിസ് ചെയ്യേണ്ടെന്ന് വെച്ചു. അതുപോലെ ഞാനിപ്പോൾ അവിടെ ജോലി ചെയ്തു കഴിഞ്ഞാലേ എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ആവും, അതുമല്ല ആഴ്ചയിൽ നിന്നെ വന്ന് കാണാൻ കഴിയുമല്ലോ എന്ന് പറയുമ്പോൾ അതെന്ത് റിലേഷൻഷിപ്പാണ്, നീ ഒരിടത്ത് ഞാൻ മറ്റൊരിടത്ത്, അത് നിനക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? അതിലും നല്ലത് നിന്നെ ഞാൻ ബ്രേക്കപ്പ് ചെയ്യുന്നതാണ് എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിച്ച് നല്ലതുപോലെ വഴക്കിടുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ലാറ മറ്റൊരു സത്യം പറയുന്നത് അതെ ഒരുപാട് തവണ നിന്നെ ഞാൻ ബ്രേക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അത് നിനക്ക് മനസ്സിലായില്ല, അങ്ങനെ അവസാനം ഈ സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് നീ തന്നെ എന്നെ അവിടേക്ക് കൊണ്ടുവന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്നോടൊപ്പം ഞാൻ വന്നത്,
ഇതെന്റെ അവസാനത്തെ യാത്രയാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ ആ ഒരു പ്ലാനും മാറ്റി എന്നെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഇതായ അവസ്ഥ എന്ന് പറയുമ്പോൾ ബെൻ പറയും, ഓ അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ പ്ലാൻ. നിനക്കൊരു കാര്യം അറിയോ, നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ നീ വെറും സീറോയിലായിരുന്നു ഉണ്ടായിരുന്നത്. നീ ഒരാൾ പോലും അല്ലായിരുന്നു. പക്ഷേ നിനക്ക് വേണ്ടി ഞാൻ എന്റെ പല കാര്യങ്ങളും വിട്ടിട്ട് നിന്നെ സ്നേഹിക്കാൻ തുടങ്ങി. നിനക്കൊരു കുടുംബം ഇല്ലായിരുന്നു അറിയോ. പകരം എന്റെ കുടുംബത്തെ നിന്റെ കുടുംബമായിട്ട് ഞാൻ മാറ്റി. പക്ഷേ നിനക്ക് നിന്റെ കാര്യം മാത്രം മതി. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നെല്ലാം പറഞ്ഞിട്ട് വീണ്ടും ഇവർ രണ്ടുപേരും മാറി മാറി വഴക്കിടുകയാണ്. അവസാനം നമ്മുടെ ബെൻ പറയും, ഓക്കെ നിനക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകണമെന്നല്ലേ പറഞ്ഞേ, പോവാം, നിനക്ക് നിന്റെ ഇഷ്ടം പോലെ പോവാം. നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം നീ അവിടെ പോയിട്ട് നിനക്ക് ഇഷ്ടമുള്ളൊരു ജീവിതം ജീവിച്ചോ. പിന്നെ ഞാൻ ഒരിക്കലും നിന്റെ പിറകെ വരത്തില്ല എന്ന് പറയുമ്പോൾ ലാറ ചോദിക്കും, അല്ല നീ കാര്യമായിട്ടാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ബെൻ രാവിലെ തന്നെ എഴുന്നേറ്റ് എന്തോ ഒരു കാര്യം റെഡിയാക്കുന്നു. ലാറയാണെങ്കിലോ ആ ഒരു കടൽ തീരത്ത് വിഷമിച്ചിങ്ങനെ നടക്കാണ്. അപ്പോഴാണ് ബെൻ എന്തോ ഒരു ടൂള് റെഡിയാക്കിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട്, ദേ ഇപ്പൊ നമുക്ക് ആഹാരം കഴിക്കാനായിട്ട് വേറെ ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ആ ഒരു പെങ്കിനെ കൊന്ന് തിന്നേ മതിയാവും, ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ ലാറയ്ക്കാണെങ്കിൽ അതിനോട് ഒട്ടും താല്പര്യമില്ല. പക്ഷെ ഇതല്ലാതെ അവർക്ക് വേറെ വഴിയുമില്ല. അങ്ങനെ രണ്ടുപേരും ആ ഒരു പെങ്കിൻസ് ഉള്ള ഭാഗത്തേക്ക് ചെന്നിട്ട് ഈ പതിയെ പോകുന്ന ഒന്നിനെ നോക്കി അറ്റാക്ക് ചെയ്യാന്നും പറഞ്ഞ് ഹീറോ അതിന്റെ പുറകെ പോവാണ്. ഇത് കാണുമ്പോഴത്തേക്കും ലാറയ്ക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പെങ്കിൻസിനെ കാണുമ്പോഴത്തേക്കും നല്ല ക്യൂട്ടായിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് ചിലർക്ക് അത് നല്ല വിഷമായിട്ട് തോന്നും. പക്ഷെ വേവിച്ച് കൊടുത്താൽ പെട്ടെന്ന് തിന്നോളും, അതിനൊരു കുഴപ്പമില്ല. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം, ഈ പെങ്കിൻസ് വിചാരിക്കുന്നത് പോലെയല്ല, അത്ര ക്യൂട്ടായിട്ടുള്ളൊരു കാര്യമല്ല ഇത്. പെങ്കിൻസിന്റെ ജീവിത രീതിയും പെങ്കിൻസിനെ കൂടുതൽ മനസ്സിലായി കഴിഞ്ഞാൽ സത്യം പറയാലോ അതിനെ വെറുത്തു പോവും. നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, പെങ്കിൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിൽ കാണും. ഈ ഒരു അവസരത്തിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു പെങ്കിൻസിനെ കൊന്നിട്ട് ഇവർ വിശന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഹീറോയിൻ നല്ലതുപോലെ കഴിക്കുന്നുണ്ട്. കാണുമ്പോഴത്തേക്കും നല്ല വിഷമായിരുന്നു, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ അടുത്ത ദിവസം തുണിയെല്ലാം വിരിച്ചിടുമ്പോഴത്തേക്കാണ് ബെൻ പറയുന്നത്, ലാറ നീ ഇവിടെ വന്നത് എന്തായാലും നല്ല കാര്യം തന്നെയാണ്. ഇവിടെ നീ സർവൈവ് ചെയ്തു കഴിഞ്ഞാലേ നീ പോകുന്ന ആ ഒരു സ്ഥലത്ത് നിനക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്ത് ജീവിക്കാനായിട്ട് കഴിയും. അതിനുള്ള ധൈര്യം കിട്ടുമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന ലാറയ്ക്ക് ചെറിയ വിഷമമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. അതുമല്ല നമ്മുടെ ബെന്നാണെങ്കിലോ ഓരോ ദിവസം കഴിയുന്നതും ഒരു കല്ലിൽ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇപ്പൊ 58 ദിവസം കണ്ടായി. അതാണ് ഈ ഒരു കല്ല് നമ്മൾ അവസാനമായിട്ട് കാണുന്നത്. അതുപോലെ ഇത്രയും ദിവസമായതുകൊണ്ട് തന്നെ ലാറയ്ക്ക് ബെന്നിനെ പിരിഞ്ഞിരിക്കാനായിട്ട് കഴിയുന്നില്ല. അവസാനം രണ്ടുപേരും ഒരുമിച്ച് ചേരാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ബെൻ ലാറയെ വിളിക്കുകയാണ്, ലാറ നമുക്ക് കഴിക്കാനൊന്നുമില്ല, നമുക്ക് ആ ഒരു പെങ്കിനെ വേട്ടയാടാൻ പോവാന്ന് പറയുമ്പോൾ ലാറയ്ക്ക് ഭയങ്കര ടെൻഷൻ, എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ രണ്ടുപേരും ആ ഒരു പെങ്കിൻസ് ഉള്ള ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു പെങ്കിൻസും ഇല്ല. അപ്പൊ ഇവർക്ക് കഴിക്കാനായിട്ടുള്ള ഒരേ ഒരു ഫുഡ് ഈ ഒരു പെങ്കിൻ മാത്രമായിരുന്നു. പക്ഷെ അതും ഇപ്പോൾ ഇവിടെ ഇല്ല. അതുമല്ല ഇനിയിപ്പോൾ ആഹാരത്തിന് എന്ത് ചെയ്യും, കൂടാതെ ഇരുട്ടുകയും ചെയ്യുന്നുണ്ട്. ബാ നമുക്ക് തിരിച്ച് ആ സ്ഥലത്തേക്ക് തന്നെ പോവാന്ന് പറയുമ്പോൾ ലാറ പറയും, എനിക്ക് നല്ലതുപോലെ തണുക്കുന്നുണ്ട്, തീ കത്തിക്കാൻ പറയുമ്പോൾ ബെൻ പറയും, ഇല്ല ആവശ്യമില്ലാതെ നമുക്ക് ഈ ഒരു തീ കത്തിച്ച് കളയാനായിട്ട് കഴിയത്തില്ല. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നല്ല മഞ്ഞുകാലമായിരിക്കും, ആ സമയത്ത് നമുക്ക് തീ ആവശ്യമുണ്ട്, അതുകൊണ്ട് നമുക്കത് വേസ്റ്റാക്കി കളയാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ലാറ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയും ഇവിടെ തന്നെ കഴിയാൻ പോവാണോ, നിങ്ങളുടെ സഹോദരൻ വരത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ബെൻ പറയും, എനിക്ക് തോന്നുന്നില്ല അവൻ വരുമെന്ന്. എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇവിടെ ലാറ ഒരു ടെസ്റ്റ് കൊടുക്കുന്നത്, അവള് പ്രഗ്നന്റ് ആണെന്ന്. അപ്പൊ ഇത് കേട്ട ബെൻ ആണെങ്കിലോ നല്ലതുപോലെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പൊ ബെൻ ചോദിക്കും, അല്ല ഈ ഒരു കുഞ്ഞ് നിനക്ക് കുഴപ്പമില്ലെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ ഈ ഒരു സ്ഥലത്ത് ഇതുപോലൊരു അവസ്ഥയിൽ നമ്മൾ കഴിഞ്ഞാല് രണ്ടുപേരും ആഹാരമില്ലാതെ മരിക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് കുറെ ദൂരെയായിട്ട് ഒരു കപ്പൽ പോകുന്നു. ഇത് കാണുമ്പോഴത്തേക്കും രണ്ടുപേരും ഓടി വരുമ്പോ ലാറ പറയുന്നുണ്ട് ആ ഒരു തീ കത്തിക്കാൻ പറയുമ്പോഴത്തേക്കും ബെൻ പറയും, ഇല്ലില്ല അതല്ല ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്തായാലും ആ ഒരു ബോട്ട് എടുത്ത് ആ ഒരു കപ്പലിന്റെ അടുത്തേക്ക് പോയിട്ട് അത് തടഞ്ഞു നിർത്തി ഇവിടേക്ക് കൊണ്ടുവരാമെന്നും പറഞ്ഞ് ബെൻ പെട്ടെന്ന് ആ ഒരു ബോട്ട് എടുത്ത് അവിടെ നിന്നങ്ങ് പോവാണ്. ലാറയാണെങ്കിൽ പറയുന്നുണ്ട്, അത് വേണ്ട, നമുക്ക് ഇവിടെ തീ കത്തിച്ചിട്ട് അവരിവിടേക്ക് അവർക്ക് സിഗ്നൽ കൊടുത്ത് ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാന്ന് പറയുമ്പോൾ അതിന് മുന്നേ തന്നെ ബെൻ ബോട്ട് എടുത്ത് അവിടെ നിന്ന് പോയിരുന്നു. അങ്ങനെ കുറെ ദൂരം ബെൻ പോകുന്നതും ലാറ വിചാരിക്കുന്നത് അവൻ അവളെ വിട്ടിട്ട് പോയെന്നാണ്. ആ ഒരു വിഷമത്തിൽ അവൾ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ബെന്നാണെങ്കിലോ ഈ ബോട്ട് നല്ല വേഗതയിൽ കൊണ്ടുവരുന്നു. കപ്പലാണെങ്കിൽ കുറെ ദൂരം പോകുന്നുണ്ട്. അങ്ങനെ ബെൻ പകുതി എത്തുമ്പോഴത്തേക്കും ഈ ബോട്ടിലെ ഫ്യൂവല് തീർന്നിട്ട് അതവിടെ സ്റ്റോപ്പായി പോയി. ഇപ്പോ എടുത്തൊരു തീരുമാനം വളരെ തെറ്റായെന്നുള്ളത് തോന്നല്ലേ, അവനൊന്നും ചെയ്യാൻ കഴിയാതെ അവിടെ തന്നെ നിൽക്കാണ്. ഇവിടെ നമ്മുടെ ലാറയാണെങ്കിൽ ആ ദ്വീപിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നു. അന്നത്തെ രാത്രി കഴിഞ്ഞു, അടുത്ത ദിവസമായി. ഇനിയിപ്പോ കഴിക്കാനൊന്നുമില്ലാത്തത് കൊണ്ട് മലയുടെ മുകളിൽ പോയിട്ട് ചെറിയ ചെറിയ പഴങ്ങളൊക്കെ ഉണ്ടല്ലോ, ബെറീസും കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് എടുത്ത് കഴിക്കുന്നത്. അതുമല്ല നല്ല പേടിയുണ്ട് അവളിപ്പോ ഒറ്റയ്ക്കുള്ള ഈ ഒരു ദ്വീപില്. അങ്ങനെ ഒരു ദിവസം കാണിക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ വലിയൊരു ശബ്ദം കേൾക്കുന്നു. എന്താന്ന് അവള് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അത് ബെന്നാണ്. അതുപോലെ അവന്റെ കാലിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ആ ഒരു ബോട്ടിൽ അവൻ തിരിച്ചു വരുമ്പോഴത്തേക്കും തിരയിൽ പെട്ടിട്ട് ബോട്ട് എവിടേക്കോ കൊണ്ട് ഇടിച്ചെന്ന് തോന്നുന്നു.
അതുമല്ല ഈ കാല് മുറിഞ്ഞത് കൊണ്ട് തന്നെ അവനിപ്പോ ഒട്ടും വയ്യ, നല്ല രീതിയിൽ പനിയുമായി, നടക്കാനും കഴിയത്തില്ല, ആ ഒരു അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് ലാറ രണ്ടുപേർക്കും ജീവൻ നിലനിർത്തിയേ പറ്റൂ. അതുകൊണ്ട് വീണ്ടും ഈ ഒരു കക്കയും മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് അതാണ് വേവിച്ചവന് കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ലാറയാണെങ്കിലോ ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി. ആഹാരം കഴിക്കാനായിട്ട് നല്ല രീതിയിൽ ആഹാരമില്ല. ബെന്നിന്റെ കാര്യമാണെങ്കിലും വളരെ മോശമാണ്, അവന് നടക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവനും ഒറ്റ കിടത്തയാണ്. അങ്ങനെ ബെന്നിനെ തന്നെ നോക്കി നോക്കി ഒരവസരത്തിൽ നമ്മുടെ ലാറയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവള് പറയും, നീ ഇങ്ങനെ തന്നെ കിടന്നു കഴിഞ്ഞാലേ ഒരിക്കലും ശരിയാവത്തില്ല, എന്തെങ്കിലും ചെയ്യാൻ നോക്ക്, നീ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നെല്ലാം അവള് പറഞ്ഞിട്ട് ഇപ്പോ ബെൻ അറിയാതെ അവൾ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുകൂടിയാവുന്നത് നമ്മുടെ ബെൻ അടുത്ത ദിവസം തന്നെ ഈ കാല് വയ്യാന്നുണ്ടെങ്കിലും ഒരു വടിയെടുത്ത് മുടന്തി അവിടെയെല്ലാം നടക്കാൻ തുടങ്ങും. അതുമല്ല പെട്ടെന്നൊരു ദിവസം ഇവിടെ മഞ്ഞ് വീഴുന്നതും ഇവര് കിടക്കുന്ന ആ ഒരു ടെന്റ് ഉണ്ടല്ലോ അതിന് മുകളിൽ ആ ഒരു ഷീറ്റ് എല്ലാം പറന്നു പോയിട്ട് ഇപ്പൊ ഉള്ളിലേക്ക് മഞ്ഞെല്ലാം വീഴുന്നത് കൊണ്ട് ഇവർ ഒരു വിധത്തിൽ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതുമല്ല ആഹാരവും ഇല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ലാറയാണെങ്കിലോ നല്ലതുപോലെ ടെൻഷൻ ആവുന്നുണ്ട്. അതുമല്ല ബെൻ അവളോട് പറയുന്നുണ്ട്, നീ ഞാൻ അറിയാതെ എന്തോ രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട്, എന്നെ വിട്ട് പോകാനാണെങ്കിലേ ഇവിടെ നിന്ന് പോയിക്കോ, പക്ഷെ ഒരിക്കലും എന്നോട് നീ പറയരുത് എന്ന് പറയുന്നതും ലാറ ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. കാരണം അവള് ശേഖരിച്ചു വെച്ച ഫുഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവൾ ഈ ഒരു മല കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാൻ പോവാണ്. ബെന്നിനെയും കൂടി എടുത്തോണ്ട് പോകാനായിട്ട് അവളെ കൊണ്ട് എന്തായാലും കഴിയത്തില്ല, അത് അവൾക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് താൻ ആദ്യം രക്ഷപ്പെട്ടു പോവാം, പിന്നീട് അവനെ വന്ന് രക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിലേ രക്ഷിക്കാം എന്നുള്ള പ്ലാനാണ്. അതുകൊണ്ട് അവള് രഹസ്യമായിട്ട് ഉണ്ടാക്കിയിരുന്നത് വേറൊന്നുമല്ല, ഒരു ഇരുമ്പിന്റെ ബൂട്ട്. കാരണം നടന്നു പോകണമല്ലോ ഒരുപാട്. അങ്ങനെ ആഹാര സാധനങ്ങളും ബാഗും എല്ലാം എടുത്തിട്ട് ലാറ ആ ഒരു മലയുടെ മുകളിലേക്ക് നടന്നു പോവാണ്. ഈ കാര്യം എന്തായാലും ബെന്നിനും അറിയാം. അങ്ങനെ ലാറ ഈ ഒരു മലയുടെ മുകളിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഇതിനു മുന്നേ കണ്ട ആ ഒരു സ്ഥലമേ അല്ലാതെ മൊത്തമായിട്ടും മഞ്ഞുകൊണ്ട് മൂടിയേക്കാണ്. ഇനിയിപ്പോ ഏത് വശത്തേക്കാണ് പോകേണ്ടതെന്ന് പോലും അവൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് പോകുന്ന വഴിയെ അങ്ങനെ നടന്നു പോകുന്നു. അങ്ങനെ സ്റ്റാർട്ടിങ്ങിലെ നല്ല എനർജി ആയിട്ട് നടന്നുപോയ ഹീറോയിൻ കുറെ ദൂരം നടക്കുമ്പോഴത്തേക്കും തണുപ്പ് കാരണം കൈയെല്ലാം മരവിച്ചിട്ട് ഇപ്പൊ അധിക ദൂരം നടക്കാൻ കഴിയുന്നില്ല. രാത്രിയിൽ ഈ മഞ്ഞിൽ തന്നെ കിടന്ന് ഉറങ്ങാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും അവൾ കണ്ണുറന്ന് നോക്കുമ്പോൾ അവളുടെ ബാഗ് ഉണ്ടല്ലോ അത് ഈ മഞ്ഞിലൂടെ ഒഴുകി താഴേക്ക് പോയി. അത്രയും ദൂരം തിരികെ പോയിട്ട് ആ ഒരു ബാഗ് എടുക്കാൻ പോലും അവളെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് വീണ്ടും മുന്നിലേക്ക് തന്നെ നടക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നിൽക്കാതെ നടന്നുകൊണ്ടേയിരിക്കുന്നു. കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കും ഇപ്പൊ ശരീരത്തിൽ ഒട്ടും എനർജി ഇല്ല. പെട്ടെന്ന് താഴെ വീണിട്ട് അവിടെ തന്നെ കിടക്കുമ്പോഴത്തേക്കും കുറെ കഴിഞ്ഞിട്ട് ശരീരത്തിൽ നിന്നും രക്തം ബ്ലീഡ് ആവുന്നുണ്ട്. എന്നിരുന്നാലും രക്ഷപ്പെടാൻ എഴുന്നേറ്റ് നടന്നില്ലേ മതിയാവും, മരിക്കുന്നത് വരെ നടക്കാം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും നടക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് കുറെ ദൂരം നടന്ന് ഈ മലയുടെ മുകളിലെത്തി അത് കഴിഞ്ഞ് മലയിൽ താഴേക്ക് ഇറങ്ങാണ്. അങ്ങനെ നടന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ വെള്ളമുണ്ട്. അങ്ങനെ ആ ഒരു വെള്ളവും കുടിച്ചിട്ട് വീണ്ടും കുറച്ച് മുന്നിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ഈ മലയുടെ താഴെയായിട്ട് ഒരു കണ്ടെയ്നർ പോലെ ഒരു സ്ഥലമുണ്ട്. വന്ന് നോക്കുമ്പോഴത്തേക്കും അതൊരു വീടാണ്. ഓടിച്ചെന്നിട്ട് ആ ഒരു വീടിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ തുറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നേരെ പുറകിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഡോർ തുറക്കുന്നുണ്ട്. അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. അതുപോലെ അകത്തുള്ള ആഹാരമെല്ലാം കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് അതെല്ലാം എടുത്ത് കഴിക്കുകയാണ്. കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ കുളിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കാണ് വേറെ ഒന്നുമല്ല, അവൾക്ക് അബോഷനായി. അതുകൊണ്ട് തന്നെ നല്ല വേദനയുണ്ട്. ആ ഒരു കാരണം കൊണ്ട് അവൾ കുറെ നേരം അവിടെ റെസ്റ്റ് എടുക്കും. അപ്പൊ ഇതേതോ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് ഇവിടെ ജോലിക്കായിട്ട് ആളുകൾ വരാറുണ്ട്. പക്ഷെ ഈ സമയത്ത് എന്തായാലും അവിടെ ആളില്ല. ഈ സീസൺ സമയം കഴിയുമ്പോഴത്തേക്ക് അവർ വരുമെന്ന് തോന്നുന്നു. അങ്ങനെ അവൾ അടുത്തുള്ള ഒരു എഞ്ചിൻ ചെന്ന് ഓൺ ചെയ്യുന്നതും പെട്ടെന്ന് ഈ ഒരു വീടിനകത്ത് കറണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാറ അവിടെ താമസിക്കാൻ തുടങ്ങാണ്. അതുമല്ല അവിടെയുള്ള റേഡിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് മാത്രം അവളെ കൊണ്ട് കഴിയുന്നില്ല, അത് കണക്ട് ആവുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിനകത്തൊരു റൂമുണ്ട്. അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു ചെറിയ ബോട്ടുണ്ട്. അങ്ങനെ ആ ഒരു ബോട്ട് എടുത്ത് വെളിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അവൾക്ക് എന്തോ ഇവിടെ നിന്ന് പോകാനായിട്ട് തോന്നുന്നില്ല, എന്തോ ഒരു പേടി. അത് കാരണം വീണ്ടും വീടിനകത്തേക്ക് തന്നെ വരും. അത് കഴിഞ്ഞ് അവൾ നോക്കുമ്പോൾ ഈ സ്ഥലത്ത് ഒരു മാപ്പ് ഉണ്ട്. അങ്ങനെ ആ ഒരു മാപ്പ് എടുത്ത് അവളുള്ള ആ ഒരു സ്ഥലം അവിടെ മാർക്ക് ചെയ്ത് ഇനിയിപ്പോ ബെന്നിനെ അന്വേഷിച്ച് പോകണമല്ലോ, അതുകൊണ്ട് ഈ ഒരു ബോട്ടും കൂടാതെ അവൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എടുത്ത് ഇപ്പൊ ബെന്നിനെ അന്വേഷിച്ച് പോവാണ്. അങ്ങനെ കുറെ ദൂരം ചെന്നിട്ട് അവസാനം ബെന്നുള്ള ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അതുമല്ല വരുമ്പോഴത്തേക്ക് അവിടെ രാത്രിയായി. അങ്ങനെ ടോർച്ച് എടുത്ത് ആ ഒരു സ്ഥലം മുഴുവനായിട്ട് അടിച്ചു നോക്കുമ്പോഴത്തേക്കാണ് അവിടെ വളരെ മോശമായിട്ട് കിടക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാറ്റെല്ലാം അടിച്ചിട്ടെല്ലാം പറന്നുപോയി ആകെ അലങ്കോലമായതുപോലെ. അങ്ങനെ ബെന്നിന്റെ പേര് പറഞ്ഞിട്ട് അവള് അതിനകത്തേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ കുറെ ഷീറ്റുകളെല്ലാം മൂടിക്കിടപ്പുണ്ട്. അതെല്ലാം എടുത്ത് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അവിടെ അനങ്ങാതെ കിടക്കുന്നു. അതുപോലെ അവൻ നല്ലതുപോലെ തണുത്ത് വിറച്ച് കിടക്കാണ്. ചെന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്കും അവൻ എന്തായാലും ജീവനുണ്ട്. അങ്ങനെ അവന്റെ മുന്നിലിരുന്ന് കുറച്ചു നേരം കരഞ്ഞിട്ട് ഞാൻ നിന്നെ രക്ഷിക്കാനാണ് വന്നതെന്നും പറഞ്ഞ് ബെന്നിനെ അവിടെ നിന്ന് വലിച്ചെടുത്ത് ആ ഒരു ബോട്ടിലേക്ക് കയറ്റി അവനെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അതുപോലെ അത്രയും നേരം അവന്റെ ബോധമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ രക്ഷപ്പെടുത്തി ഈ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞ് ബെന്നിപ്പോ കണ്ണു തുറക്കുമ്പോൾ അവൻ ഏതോ ഒരു വീട്ടിലാണ്. നോക്കുമ്പോഴത്തേക്കും മുന്നിൽ തന്നെ നമ്മുടെ ലാറയുണ്ട്. ഇത് കാണുമ്പോഴാണ് ബെന്നിന് ഇത്തിരി സമാധാനമാവുന്നത്.
അപ്പൊ ലാറ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് നീ ഇല്ലാതെ എനിക്ക് എവിടെയും പോകാൻ കഴിയത്തില്ല, നിന്നെ വിട്ട് എനിക്ക് ജീവിക്കാൻ പോലും കഴിയത്തില്ല എന്ന് പറഞ്ഞു. ഇവര് രണ്ടുപേരും സമാധാനമായിട്ട് അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ബെന്നിന് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കാണ് അവൾ അബോഷനായി എന്നുള്ള കാര്യം അവനോട് പറയുന്നത്. അപ്പൊ അവൻ ചോദിക്കും, അല്ല ഇപ്പൊ നിനക്ക് ഓക്കെയാണോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്, കരയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഇവര് രണ്ടുപേരും അവിടെ താമസിക്കുകയാണ്. അതുമല്ല ഇവര് റേഡിയോയില് വെളിയിലുള്ള ആളുകളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ബെൻ പറയും, ഹേയ് അതെന്തായാലും കുഴപ്പമില്ല, അവര് തിരിച്ച് റെസ്പോൺസ് ചെയ്യുന്നത് വരെ നമുക്ക് ഇവിടെ തന്നെ കഴിയാം, അതുവരെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞ് കുറെ ദിവസം കൂടി കഴിയുന്നതും ഇപ്പോൾ ലാറ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഒരു സന്തോഷമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാല് വെക്കേഷന് പോയിട്ടുള്ള ഓഫീസേഴ്സ് എല്ലാം ഇപ്പോൾ തിരിച്ച് ഈ ഒരു ജോലിക്ക് വേണ്ടി വരുന്നു. ഇതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മൂവി? ഇപ്പൊ ഇവര് പെട്ടതുപോലെ തന്നെ മാപ്പിലില്ലാത്തൊരു ദ്വീപായിരിക്കാം, അതുപോലെ ഒരു ദ്വീപിൽ പെട്ടുകഴിഞ്ഞാല് ആരെങ്കിലും രക്ഷിക്കാൻ വരും എന്നൊരു പ്രതീക്ഷയിൽ അവിടെ ജീവിക്കോ അതോ വേറെന്തെങ്കിലും ആയിരിക്കും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.